ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു SajuS TastelanD. എല്ലാവർക്കും SajuS TastelanDിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എങ്ങനെ നല്ല പെർഫെക്റ്റായിട്ട് സ്പോഞ്ചി ആൻഡ് സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് കാണാം. നമ്മളെല്ലാവരും പലപ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കുന്നവരാണ്. എന്നാൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇഡ്ഡലി അത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റ് ആയില്ല, കുറച്ച് ഹാർഡായിട്ടാണ് കിട്ടിയത്, മാവ് പൊങ്ങിയില്ല എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കും അതുപോലെ തന്നെ തുടക്കക്കാർക്കുമൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് കിട്ടുന്ന ഒരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ചട്നി കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് 1.5 കപ്പ് പച്ചരിയാണ് ഞാൻ എടുക്കുന്നത്. ഇത് നമ്മളെ സാധാരണ പച്ചരിയാണ് കേട്ടോ. ഞാനിത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന പച്ചരിയിലാണ് ഞാൻ ഈ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഇനി ഇത് നമുക്കൊരു 3-4 പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഉഴുന്നാണ്. അപ്പം നമ്മൾ പച്ചരി അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ ആണ് ഉഴുന്ന് അളന്നെടുക്കുന്നത്. അതൊരു 3/4 കപ്പ് ഉഴുന്നാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ 2 കപ്പ് പച്ചരി എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നേർപകുതി 1 കപ്പ് ഉഴുന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ ഉഴുന്നൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നല്ല ഉഴുന്ന് തന്നെ നമുക്ക് ഈ ഇഡ്ഡലി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണത് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർക്കുമ്പോൾ നമ്മുടെ ഈ മാവ് പെട്ടെന്ന് പൊങ്ങി വരാനും നല്ല ഫ്ലഫി ആയിട്ട് കിട്ടാനും നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉലുവ ചേർക്കുന്നത്. ഇനി നമുക്കിത് ഒരു 1-2 പ്രാവശ്യം മാത്രം നമുക്കിത് കഴുകിയാൽ മതിയാവും. അപ്പോൾ ഒരുപാട് നേരം കഴുകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലുള്ള പശയുടെ അതൊക്കെ അങ്ങോട്ട് പോകും. അപ്പോൾ നമുക്കത് ശരിയായി കിട്ടില്ല. അപ്പോൾ ഞാനിതിലേക്കൊരു 2.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചരിയിലേക്ക് ഇതുപോലെ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അതിനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല കേട്ടോ. ഇനി നമുക്കിത് ഒരു 6 മണിക്കൂറെങ്കിലും, ഒരു 5 മണിക്കൂർ 6 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് നന്നായിട്ട് കുതിർത്തിയെടുക്കണം. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനൊരു 6 മണിക്കൂർ കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് നമ്മളിത് അരയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിതൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റും. മാവൊന്നും അങ്ങനെ ചൂടായി പോകുന്നില്ല. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ളത് 1/2 കപ്പ് വെള്ള അവിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് വെള്ള അവിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ 1/2 കപ്പ് ചോറ് എടുക്കാവുന്നതാണ്. നമുക്ക് ഇതൊന്ന് കുതിർത്തിയെടുക്കാം. ഇനി നമുക്ക് ഈ ഉഴുന്നിലുള്ള വെള്ളമൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഞാൻ ആദ്യം തന്നെ ഉഴുന്നാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ഒന്ന് നിർത്തി വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. നമ്മുടെ ഉഴുന്നരയ്ക്കുമ്പോൾ ചൂടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് അങ്ങനെ പൊങ്ങി വരില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഫ്രിഡ്ജ് ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ഒരു 2 പ്രാവശ്യമോ 3 പ്രാവശ്യമൊക്കെ ആയിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ വളരെ നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വലിയൊരു പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. ഇനി അതേ ജാറിൽ തന്നെ നമുക്ക് പച്ചരിയും അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരിക്കുന്ന അവിൽ കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. വളരെ പെട്ടെന്ന് തന്നെ അവിൽ കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഉഴുന്നരയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുതിർത്തിയെടുത്താൽ മാത്രം മതി. ഇനി ഇത് വളരെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന അതേപോലെ അരച്ചാലും യാതൊരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ കുറച്ച് തരിയുള്ള രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അരച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഉഴുന്ന് കുതിർത്തിയ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി വെള്ളം ആവശ്യമാണെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പച്ചവെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തണുത്ത വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോഴും നമ്മുടെ മാവ് അങ്ങനെ ചൂടായി പോവില്ല. കൂടുതൽ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമൊക്കെ ആയിട്ട് അരച്ചെടുക്കാം. ഞാനിത് വളരെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തന്നെ ഇത് ഒഴിക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാവ് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് അടിച്ച് മിക്സാക്കി എടുക്കുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു വിസ്ക്
നിങ്ങളുടെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. നല്ല ഫ്ലഫിയാക്കി ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കാവുന്നതാണ്. അതും വളരെ നല്ലൊരു മാർഗ്ഗമാണ് കേട്ടോ. അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇതുപോലെ ഒരു തവി കൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനിയിപ്പോൾ കുറച്ച് വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ഒരല്പം വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊരു കുറച്ച് സമയം തന്നെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതുപോലെ തന്നെ ഇതുപോലെ കോരി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ഈ സമയത്ത് തന്നെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ രാവിലെ ചേർത്താലും മതി. ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ ഇതുപോലെ ഇങ്ങനെ കോരി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. അതുപോലെ തന്നെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അതിലിങ്ങനെ ചെറിയ ബബിൾസുകളൊക്കെ ഇങ്ങനെ വരാനായിട്ട് തുടങ്ങും. അപ്പോൾ അതുപോലെയൊക്കെ ആവുന്നത് വരെ നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം, ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതുപോലെ കോരി ഒഴിച്ച് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെയാവുമ്പോൾ മാവ് പെട്ടെന്ന് തന്നെ പൊങ്ങി വരാനായിട്ട് നല്ല പതഞ്ഞ് ഫ്ലഫി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ഇനി നമുക്കിതിൻ്റെ സൈഡിലുള്ള മാവൊക്കെ ഇതിലേക്ക് തന്നെ ഇങ്ങനെ എടുത്തിടാം. ഇനി ഇതിപ്പോൾ ഞാനൊരു രാത്രി മുഴുവൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അത് നിങ്ങൾ നല്ല ചൂടുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടും. ഇനിയിപ്പോൾ തണുപ്പുള്ള കാലാവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നല്ല കട്ടിയുള്ളൊരു തുണി കൊണ്ട് മൂടിയിടാം. അതല്ലെങ്കിൽ നല്ലൊരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇത് മൂടി വയ്ക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചൂട് തട്ടുന്ന രീതിയിൽ എവിടേക്കെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മാവുണ്ടല്ലോ രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് രാവിലെ എടുത്ത് നോക്കുമ്പോൾ ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പുള്ള സമയമായിരുന്നു, നല്ല മഴയൊക്കെയുള്ള സമയമായിരുന്നു. എന്നിട്ടും എനിക്ക് ഇതുപോലെ തന്നെ നന്നായിട്ട് പതഞ്ഞ് നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാവ് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ഇത് അധിക സമയം അങ്ങനെ ഇളക്കാൻ പാടില്ല. അങ്ങനെ ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ഇഡലിയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടും. പക്ഷേ അവസാനമൊക്കെ ആയി വരുമ്പോഴേക്കും അതങ്ങനെ ഹാർഡായി പോവും. അപ്പോൾ ഒരു 1-2 പ്രാവശ്യം മാത്രം ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് കുറേ ഇഡലി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിതിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ആവശ്യത്തിനുള്ളത് മാത്രം എടുക്കാം. ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് ബട്ടറാണ് ഞാനിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലെണ്ണ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഓയിൽ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാത്രവും നന്നായിട്ട് ചൂടാവട്ടെ. അപ്പോൾ നമുക്കിത് തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ്സിലേക്ക് പകർത്തുന്നുണ്ട്. അങ്ങനെയാവുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും. എവിടെയും പോവൊന്നുമില്ല, ആ കുഴിയിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇഡ്ഡലിത്തട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് നമുക്കത് വെന്ത് കഴിയുമ്പോഴും പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് അടർത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്കിതൊരു 7 തൊട്ട് ഒരു 8 മിനിറ്റ് വരെയൊക്കെ നന്നായിട്ട് സ്റ്റീം ചെയ്ത് എടുക്കാം. അപ്പോഴേക്കും തന്നെ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഓവറായിട്ട് നമ്മൾ സ്റ്റീം ചെയ്തെടുത്താൽ നമ്മുടെ ഇഡ്ഡലി ഹാർഡായി പോകും. ഇതാവുന്ന സമയം കൊണ്ട് നമുക്ക് ചട്നി ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 ചെറിയ ഉള്ളിയാണ്. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂണ് പൊട്ടുകടല കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കിട്ടുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്നി ഉണ്ടാക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതിനുശേഷം കടുക് പൊട്ടിക്കുക. എന്നിട്ട് ഒരു 3-4 ചെറിയുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2-3 വറ്റൽമുളക് കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. വറ്റൽമുളകൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ പ്രത്യേകമായിട്ട് കിട്ടും. അത് നല്ല ടേസ്റ്റാണ്.
ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച തേങ്ങ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കാം. അപ്പം നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല സ്പെഷ്യൽ ടേസ്റ്റുള്ളൊരു ചട്ടനിയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം അധികം നേരം അങ്ങനെ വെക്കാൻ പാടില്ല. ഒരു മിനിറ്റൊക്കെ തന്നെ ധാരാളം മതിയാവും. അത് ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മാത്രം മതി. അപ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. ഇപ്പോൾ ഒരു 7 മിനിറ്റ് ആയപ്പോഴേക്കും തന്നെ ഇഡ്ഡലി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ തട്ടിൽ നിന്ന് ഇങ്ങനെ ചൂടോടുകൂടി തന്നെ നമുക്കിത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാം അതുപോലെ തന്നെ എടുത്ത് മാറ്റാം. ഇനി അടുത്ത ബാച്ചും പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് തണുക്കാനായിട്ട് വെച്ച് അങ്ങനെ സമയം വേസ്റ്റ് ആവുന്ന കാര്യമില്ല. ഇങ്ങനെ ബട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. മാത്രമല്ല ഇഡ്ഡലി തട്ടിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ഇഡ്ഡലി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവരെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ല് കൂടിയൊന്ന് എനേബിൾ ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ ഇതുപോലെ തന്നെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു. ബൈ.